എല്ലാവർക്കും ആര്യ സീരിയൽസ് ബോർഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. മഴതോരും മുൻപേ സീരിയലില് ഒരു പ്രമോഷമാണ് പറയാൻ പോകുന്നത്. അങ്ങനെ മഴതോരും മുൻപേ സീരിയലില് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എൽസമ്മ എത്തുന്നുണ്ട്. സ്റ്റാൻലിയും അലീനയും അപ്പച്ചനുമായിട്ടുള്ള പല രീതിയിൽ പോകുന്ന ആ സ്നേഹബന്ധത്തിനിടയിലേക്ക് എൽസമ്മ എത്തുവാണ്. ഇത് നിമിഷത്തിലും എന്നും സംഭവിക്കാം എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എൽസമ്മയുടെ മുന്നിൽ അലീനയ്ക്ക് കീഴടങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന ട്വിസ്റ്റോടുകൂടി ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. ദേഷ്യത്തോടെ പെരുമാറിക്കൊണ്ടിരുന്ന സ്റ്റാൻലി അലീനയെ ഇപ്പോൾ ചേർത്ത് പിടിക്കുവാണ്. വർഷങ്ങൾക്ക് മുൻപ് എന്റെ മകൾ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇനി എന്ന മകൾ വർഷങ്ങൾക്കു ശേഷം സ്റ്റാൻലി ജോസഫിനെ തേടിയെത്തിയപ്പോൾ അത് തന്റെ മകളായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ഒടുവിൽ ബാലചന്ദ്രൻ അലീനയെ സ്റ്റാൻലിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. തുടക്കത്തിൽ ദേഷ്യത്തോടു കൂടി തന്നെ അലീനയോട് പെരുമാറിക്കൊണ്ടിരുന്ന സ്റ്റാൻലി സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറുന്നത്. എന്നാൽ അതിനിടയ്ക്ക് എൽസമ്മ എത്തുന്നുണ്ട്. അലീനയെ കാണുന്ന എൽസമ്മ വിശ്വസിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുവാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഭർത്താവിൽ വേറൊരു സ്ത്രീയിലുണ്ടായ മകളാണ് അലീന. ഏറെക്കുറെ തന്റെ പഴയകാല പ്രണയം എൽസമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു മകളുള്ള കാര്യം സ്റ്റാൻലി പറഞ്ഞിട്ടില്ലായിരുന്നു. എൽസമ്മ ഒരു നേരം തന്റെ മക്കളെ കുറിച്ച് ഓർത്തു. ഇതുപോലെ ഒരു കുട്ടിയാണല്ലോ ഈ കുട്ടിയും. ആരോരുമില്ലാതെ എത്രയോ വർഷങ്ങൾക്കു ശേഷം അവൾ ഓർഫനേജിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അവൾ അച്ഛനെ തേടിയെത്തിയത്. അപ്പോ ഞാൻ അവൾക്ക് പരിഗണന കൊടുക്കണമോ വേണ്ടയോ എന്ന് എൽസമ്മ ഒരു നേരം ആലോചിച്ച് നിൽക്കുവാണ്. എൽസമ്മ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും സ്റ്റാൻലിക്ക് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ എൽസമ്മയുടെ ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ട് അലീനയുടെ നെഞ്ചു പൊട്ടുകയാണ് ചെയ്തത്. എന്നാൽ അപ്പച്ചൻ എൽസമ്മയോടും സ്റ്റാൻലിയോടും അവളുടെ ജീവിതത്തിൽ ഇവളൊരു തടസ്സമില്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. എൽസമ്മയോ ഒന്നും മറുപടി പറയാതെ പൊട്ടിക്കരയുമാണ്. സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് അലീന എന്ന സത്യം തന്റെ മക്കൾ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഒരു നിമിഷം എൽസമ്മ ആലോചിച്ചു. എന്റെ കുടുംബക്കാർക്കിടയിൽ അലീന ഇനി വരുമ്പോ ആ കുടുംബം മാറോ ആകും എന്നൊരു പേടി കൂടി എൽസമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാൻലിയുടെ മൗനം എൽസമ്മയെ വളരെയധികം വേദനിപ്പിച്ചു. എൽസമ്മ നോക്കുമ്പോൾ സ്റ്റാൻലിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് അപ്പച്ചൻ സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോയി. ഒരു നിമിഷം തന്റെ കൂടെ ആരുമില്ലെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. വീണ്ടും ആലോചിച്ചു എൽസമ്മ. എന്റെ മകളാണെന്ന് അവളുടെ അമ്മയ്ക്കും അറിയില്ല, അവളുടെ അച്ഛന് മാത്രം അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊരു രീതിയിലേക്ക് എത്തിക്കാൻ തുടങ്ങി എൽസമ്മ. അതുകൊണ്ടൊന്നും അലീനയോടുള്ള ദേഷ്യാക്കാൻ കഴിയുന്നില്ല എൽസമ്മയ്ക്ക്. അലീനയുടെ ചോദ്യത്തിന് മുന്നിൽ എൽസമ്മ ഒന്നും പറയാനാകാതെ നിൽക്കുവാണ്. എന്നാൽ എൽസമ്മയുടെ വരവോടെ ആ വീടാകെ നെടുങ്ങിയിരിക്കുകയാണ്. എന്റെ ജീവിതം താറുമാറാക്കിയ അലീനയെ ഈ വീട്ടിൽ ഇനി വെച്ചുകൊണ്ടിരിക്കണോ അതോ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ എന്ന ആലോചനയിലാണ് എൽസമ്മ. സ്റ്റാൻലിയുടെ ജീവിതത്തിൽ പല രീതിയിലും ട്വിസ്റ്റുകൾ നടന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം അവരുടെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്റ്റാൻലിയുടെ ജീവിതത്തിൽ എന്റെ മക്കൾക്ക് വലിയൊരു സ്ഥാനമാണ് നൽകിയത്. എന്നാൽ അതേ സ്ഥാനം അലീനയ്ക്കും നൽകണമെന്ന് സ്റ്റാൻലി പറയുമ്പോൾ എൽസമ്മയ്ക്ക് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുവാണ്. അതേസമയം സ്റ്റാൻലിയുടെ അപ്പച്ചൻ പറയുവാണ്, അലീനയെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവളെ സ്നേഹിക്കണം, എന്റെ മക്കളെ പോലെ തന്നെ അവളെ കാണണം. എന്നാൽ എൽസമ്മയുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം കൂടെ എത്തി. അവരുടെ പേരിലുള്ള സ്റ്റാൻലിയുടെ പേരിലുള്ള എല്ലാ സ്വത്തുവകകളും ഇനി അലീനയ്ക്ക് കൊടുക്കണമല്ലോ എന്ന ചിന്ത പെട്ടെന്ന് എൽസമ്മയുടെ മനസ്സിലേക്ക് കയറി വന്നു. അങ്ങനെയാണെങ്കിൽ തന്റെ ജീവിതത്തിലുള്ള എല്ലാ സ്വത്തുവകകളും അവൾക്കും കൂടെ അവകാശപ്പെട്ടതാകുമല്ലോ. അതിലുണ്ടായ തന്റെ മക്കൾക്കാണ് ആദ്യം പ്രാധാന്യം നൽകി, അതിനുശേഷമാകണം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതെന്ന് എൽസമ്മ ചിന്തിക്കുകയാണ്. ഒന്നും പ്രതികരിക്കാനാകാതെ അലീന അവിടെ പകച്ചു നിൽക്കുവാണ്. അവളെ കണ്ട് ദേഷ്യം അടക്കാനാകാതെ എൽസമ്മയും. എന്നാൽ അതിനിടയ്ക്ക് അലീന എൽസമ്മയോട് പറയുവാണ്, അവളുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി തോന്നുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. അലീന പറയുന്ന ആ വാക്കുകൾ കേട്ടിട്ട് ദേഷ്യത്തോടെ സ്റ്റാൻലി പറയുവാ, അലീന നീ എന്താ പറയുന്നത്? നിന്റെ അച്ഛനാണ് ഞാൻ, എന്റെ മകളാണ് നീ. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ ഈ പറയുന്നത്? അതിന്റെയൊന്നും ഒരാവശ്യവുമില്ല. എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഞാനാണ്, അല്ലാതെ നീയല്ല. അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് വരെ
നീ ഇവിടെ ജീവിക്കണം. നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിക്കും. എന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത് വരെ നീ ഇവിടെ തന്നെ എന്റെ മകളായിട്ട് കഴിയണം എന്ന വാക്ക് സ്റ്റാൻലി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അലീനയ്ക്ക് നൽകി. കേട്ടതും അലീനയ്ക്ക് ചെറിയൊരു ആശ്വാസം. എന്നാലും എൽസമ്മയുടെ മുഖഭാവം കണ്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. എന്നാൽ എൽസമ്മ അതേസമയം പറയുവാണ്, എന്നെ തിൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഇവളെ നിർത്തൂ. അല്ലി പറയുമാണ്, എന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. പ്രത്യേകിച്ച് എന്റെ മകളുടെ കാര്യത്തിൽ. മറ്റു 3 മക്കളെക്കാളും ഞാനിപ്പോ ഇവളെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും വർഷം നൽകാൻ കഴിയാത്ത സ്നേഹം എനിക്കിപ്പോ ഇവൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. മാത്രവുമല്ല, എന്റെ മക്കളെ സ്നേഹിച്ചതുപോലെ ഞാൻ ഇവളെ സ്നേഹിച്ചിട്ടുമില്ല. എന്നാൽ ഇവൾ എന്റെ അടുത്തേക്ക് വന്ന ആ നിമിഷം മുതൽ എന്റെ സ്നേഹം പൂർണ്ണമായും ഞാൻ ഇവൾക്ക് നൽകുകയാണ്. അതിനിടയ്ക്ക് ആരും വന്ന് അത് ചേർക്കുകയാണെങ്കിൽ അവരുമായി ഞാൻ പിണങ്ങേണ്ട അവസ്ഥ വരും എന്ന് എൽസമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എൽസമ്മ ഒരു നിമിഷം മൗനമായി ഇരുന്നു. സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയുവാണ്, അപ്പോ അലീന വന്നതോടെ ഞാനും എന്റെ മക്കളും നിങ്ങൾക്ക് വേറെ ആരുമല്ലേ? കാലത്ത് നിങ്ങൾക്ക് എല്ലാമായിരുന്നു ഞാനും എന്റെ മക്കളും. പക്ഷെ ഇന്ന് വേറൊരുത്തി വീട്ടിലേക്ക് കയറി വന്നപ്പോ നിങ്ങൾക്ക് അവളായി എല്ലാം. കരഞ്ഞുകൊണ്ട് എൽസമ്മ പറഞ്ഞു. ഈ സമയം സ്റ്റാൻലി പറയുവാണ്, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവൾ എന്റെ ഭാര്യയായിട്ടൊന്നുമല്ല. പക്ഷെ നിന്നെയാണ് ഞാൻ വിവാഹം കഴിച്ച് എന്റെ ഭാര്യയാക്കിയത്. അവളെക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇതിലുണ്ടായ എന്റെ മക്കളെയും ഞാൻ അതിലേറെ സ്നേഹിച്ചു. പക്ഷെ അതിനിടെ എനിക്കുണ്ടായ ഒരു മകൾ കയറി വരുമ്പോ എന്റെ എല്ലാ സ്നേഹവും മാറുമെന്നാണോ നീ പറയുന്നത്? നീയൊന്നുമല്ല എൽസമ്മ. എന്റെ ഭാര്യ, യഥാർത്ഥ ഭാര്യ നീ തന്നെയാണ്. മകളുടെ കാര്യമേ ഞാൻ ഈ പറയുന്നുള്ളൂ. അവളെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കണം. അവൾക്ക് മറ്റാരുമില്ല. സ്വന്തം അമ്മയ്ക്ക് പോലും അവളെ തിരിച്ചറിയില്ല. സ്റ്റാൻലിയുടെ ആ വാക്കുകൾ കേട്ട് ഒന്നും പറയാതെ സ്റ്റാൻലിയെ നോക്കി നിൽക്കുവാണ്. ഈ അലീന അവിടെ തുടരണമോ അല്ലയോ അവിടെ നിന്ന് ഇറക്കി വിടണോ എന്നത് തീരുമാനിക്കുന്നത് എൽസമ്മയാണ്. അലീനയുടെ ആ നിഷ്കളങ്ക മുഖത്തേക്ക് എൽസമ്മ ഒരു തവണ കൂടി നോക്കുന്നു. എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന എന്ന നിലയിലാണ് എൽസമ്മ അവളെ നോക്കി കാണുന്നത്. പക്ഷേ സ്റ്റാൻലിയെ മുമ്പ് കണ്ടതുപോലെയല്ല ഇപ്പോ എൽസമ്മ കാണുന്നത്. സ്റ്റാൻലിയുടെ ഭാവത്തിൽ നല്ല രീതിയിൽ മാറ്റമുണ്ട്. ഏതു നേരവും കുടിച്ച് നടന്നിരുന്ന സ്റ്റാൻലി ജോസഫിനെ ഈ രീതിയിൽ മാറ്റിയത് അലീനയാണ്. അപ്പോ അവളോട് അനകമ്പയാണ് തോന്നേണ്ടത്. എൽസമ്മയുടെ ജീവിതത്തിൽ കയറി പറ്റിയ പെണ്ണായിട്ടാണ് എൽസമ്മ അവളെ നോക്കുന്നത്. എന്റെ ജീവിതം താറും ആകാൻ പോകുന്നത് ഇവളൊരുത്തി കാരണമല്ലേ എന്ന ചിന്ത എൽസമ്മയുടെ ഉണ്ടായിരുന്നു. ദേഷ്യം കലിയടങ്ങുന്ന നേരം അലീനയെ എൽസമ്മ ദ്രോഹിക്കാനും തുടങ്ങുന്നു. എന്നാൽ ഒരിക്കൽ എൽസമ്മ മനസ്സിലാക്കും, തന്റെ ജീവിതം ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത് അലീനയാണ്. എൽസമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് സ്റ്റാൻലി കുടിച്ചു മദ്യപിച്ചു നടക്കുന്നത്. പക്ഷേ ആ മാറ്റം തന്നെ എൽസമ്മയെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതിനു കാരണം അലീനയെ. സ്റ്റാൻലി ജോസഫിന്റെ അച്ഛൻ, ഈ രീതിയിൽ നിന്റെ ഭർത്താവിനെ കുടിയെല്ലാം മാറ്റിക്കൊണ്ടു വന്നത് അലീനയാണ്. പക്ഷേ നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം അലീനയെ കൊണ്ട് നടന്നിരിക്കുന്നു. അപ്പോൾ നീ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിന്റെ ജീവിതത്തിലേക്ക് ഇവൾ വരുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്നല്ലേ? നിന്റെ മക്കളെ പോലെ ഇവളെയും നീ ചേർത്ത് പിടിക്കണം. അച്ഛന്റെ ആ വാക്കുകൾ കേട്ടിട്ട് എൽസമ്മ ഒന്നും പുറത്തു പറയാതെ നിൽക്കുവാണ്. എന്നാലും തന്റെ ജീവിതത്തിൽ കയറി വന്ന ഇവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും എന്നായി എൽസമ്മയുടെ ചോദ്യം. ഇവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തിയെ എന്റെ മക്കളെപ്പോലെ സ്നേഹിക്കാൻ പറയുന്ന ഇവരൊക്കെ ഏതർത്ഥത്തിലാണ്? ഇവളെ കൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ല. ഇവൾ വെറും ശല്യമേ എന്റെ ജീവിതത്തിൽ ആയിട്ടുള്ളൂ. എങ്ങനെയാ എന്റെ മകളെ പോലെ ഞാൻ ഇവളെ കാണേണ്ടത്? എൽസമ്മയുടെ ആ ചോദ്യത്തിൽ അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. എൽസമ്മ ഈ വിവരം അറിയുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുമെന്നും എല്ലാ കാര്യവും അപ്പച്ചനും സ്റ്റാൻലിക്കും അറിയാമായിരുന്നു. തന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് സ്റ്റാൻലിക്ക് അറിയാമായിരുന്നു. എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അലീനയെ 2 കൈകളും നീട്ടി സ്റ്റാൻലി സ്വീകരിച്ചത്. എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് സ്റ്റാൻലി ജോസഫ് അലീനയെ തള്ളിക്കളയാൻ പോകുന്നില്ല എന്ന ദൃഢനിശ്ചയം എടുത്തിട്ടാണ് അലീനയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും അലീനയുടെ മുഖമാണ് സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് വന്നത്. കാരണം അവൾ തന്റെ മകളാണ്. 23 വർഷങ്ങൾ അവൾ എന്റെ അടുത്തില്ലായിരുന്നു. അവൾ ദുരിതത്തിലായിരുന്നു. അവൾ സന്തോഷത്തോടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചിച്ചു നടന്ന സമയം സ്റ്റാൻലി ആലോചിച്ചു. എന്നാൽ തന്റെ മകളെ കയ്യിൽ കിട്ടിയതോടെ രാജകുമാരിയെ പോലെയാണ് സ്റ്റാൻലി നോക്കുന്നത്. അതുകൊണ്ട് അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയം എടുത്തിട്ടാണ്
സ്റ്റാൻലി അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അവൾക്ക് പറ്റിയ ഒരു ചെക്കനെ കണ്ടുപിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സ്റ്റാൻലിയുടെ മനസ്സിൽ പിന്നെ ഉണ്ടായത്. എന്റെ പപ്പയുടെ സ്ഥാനത്ത് താനായിരിക്കണം, ഇനിയുടെ പപ്പയുടെ സ്ഥാനം തനിക്ക് തന്നെ വേണം എന്ന വാശിയാണ് സ്റ്റാൻലിക്ക്. അമ്മയും അച്ഛനും ഇല്ലാതെ അവൾ ഇത്രയും വർഷം ജീവിച്ചു. അവളെ ഞാൻ ഏറ്റെടുത്തു. അത് വലിയ തെറ്റാണോ? എന്റെ മകൾ ഇത്രയും വർഷം അനാഥയായിട്ടാണ് ജീവിച്ചത്. അവളെ ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. കാലം അത് തെളിയിച്ച കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അവൾ കയറി വന്നത് നമ്മുടെ ജീവിതം മറക്കാൻ അല്ല എൽസമ്മ. എന്നോടൊപ്പം ഉള്ളത് വരെ എനിക്ക് അവളെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ന സ്റ്റാൻലിയുടെ മറുപടിക്ക് മുന്നിൽ എൽസമ്മ ഒന്നും പറയാതെ നിൽക്കുവാണ്. കാണിച്ചുകൊണ്ടാണ് ഈ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. ഇനി എൽസമ്മ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കാം എടുക്കുന്നതെന്ന് അതൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.